ഹലോ എവ്രി വൺ, വെൽക്കം ടു എജു വാലറ്റ്. നാളത്തെ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെയാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. കുറേ ന്യൂമറിക്കൽസ് നമ്മൾ നോക്കുന്നുണ്ട്, പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ന്യൂമറിക്കൽസ് നോക്കുന്നുണ്ട്. ന്യൂമറിക്കൽസ് ഫുള്ള് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ മാർക്കെങ്കിലും കിട്ടും. അത്ര ടഫുള്ള ഭാഗങ്ങളല്ല. ഇക്വേഷൻ എഴുതുക, തന്നിരിക്കുന്നതൊക്കെ ഒന്ന് എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്കായി. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ +2 ശേഷം ഏത് കോഴ്സ് എടുക്കും എന്ന് തീരുമാനിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇനി കേരളത്തിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, കേരളത്തിന് പുറമെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഫീസ് എത്രയാണ്, എത്ര വർഷം പഠിക്കണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ +2 ശേഷം എന്ത് എന്നൊരു ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിൽ താഴെ ഞാൻ കമന്റ് ബോക്സിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും +2 ശേഷമുള്ള കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റൂ കേട്ടോ. അപ്പൊ താഴെയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്തോളൂ, അത് മറക്കണ്ട. അതേപോലെ അടുത്തൊരു കാര്യം, ഇനിയും +2 പഠിക്കാത്തവരെ +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവർക്കൊക്കെ വേണ്ടി നമ്മൾ എജു വാലറ്റ് റിവിഷൻ ബാച്ച് തുടങ്ങാണ്. മറ്റന്നാൾ മുതൽ ഫെബ്രുവരി 26 മുതൽ ക്ലാസ് തുടങ്ങാണ്. ഇനിയും പഠിക്കാത്തവർക്ക് വേണ്ടി ബേസിക് ഒക്കെ പറഞ്ഞ് ഉറപ്പുള്ള ഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ബാച്ചാണ്. എല്ലാ സബ്ജക്റ്റും കൂടി +2 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഫീഡ് ഇൻപുട്ട് പവർ അറ്റ് 2300 വോൾട്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ഇൻപുട്ട് പവർ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വോൾട്ട് എന്ന് തന്നു. ഇങ്ങനെ വോൾട്ട് എന്ന് തന്നാൽ അറിയാലോ അത് വോൾട്ടേജ് ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് പ്രൈമറിയിലാണ് കൊടുക്കുക. സോ VP ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 2300 വോൾട്ട് എന്ന് തന്നു. ടു എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് വിത്ത് പ്രൈമറി കോയിൽ ഹാവിംഗ് 4000 ടേൺസ്. ടേൺസ് എന്ന് പറഞ്ഞാൽ അത് N ആണ്, പ്രൈമറി എന്ന് പറഞ്ഞാൽ അത് P ആണ്. സോ നിങ്ങൾക്ക് ഇത് NP തന്നിരിക്കുന്നു, 4000 ടേൺസ്. അപ്പൊ ടേൺസ് ആണെങ്കിൽ N ആണ്, പ്രൈമറി ആണെങ്കിൽ NP. സോ VP ആൻഡ് NP തന്നു. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി? കണ്ടുപിടിക്കേണ്ടത് എന്താ? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി, NS ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഔട്ട്പുട്ട് പവർ അറ്റ് 230 വോൾട്ടേജ്. 230 വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡറിയിലാണ് വോൾട്ടേജ്. സോ VS തന്നു. ഇങ്ങനെ 3 ആൾക്കാരെ നിങ്ങൾക്ക് തന്നിട്ട് VP, VS, NP തന്നിട്ട് NS. വാട്ട് ഷുഡ് ബി ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എന്നാണ് ചോദ്യം. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ ഒരു ചോദ്യമാണ്. ഇത് കുറേ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കി വെച്ചോളൂ, ആ മാർക്ക് കളയണ്ട, വന്നാൽ നമുക്ക് യൂസ് ചെയ്യാം. ഇത് സപ്പോസ് നിങ്ങൾക്ക് ഇത് മോഡലിന് വന്നില്ലെങ്കിൽ പബ്ലിക്കിന് വരാം. അപ്പൊ എന്തായാലും നോക്കി വെച്ചോളൂ കേട്ടോ. ഇത് നമുക്ക് NS ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ NSന് മാത്രമാണ് നിർത്തുക. ഇത് നേരെ അങ്ങോട്ട് പൊക്കോളും. സോ VS ബൈ VP ഇൻറ്റു NP എന്നായിക്കോളും. ഈ താഴെയുള്ള NP നേരെ മുകളിലേക്ക് പോകും. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. VSന്റെ അവിടെ 230 കൊടുക്കാം, VPയുടെ അവിടെ 2300 കൊടുക്കാം, NPയുടെ അവിടെ 4000 കൊടുത്ത് ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും 400 ടേൺസ്. അത്രയും ടേൺസ് കൊടുക്കുക. NS ആണ് നമ്പർ ഓഫ് ടേൺസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ പൊട്ടൻഷ്യൽ അക്രോസ് 900 മൈക്രോ ഫാരഡേ. നന്നായി ശ്രദ്ധിക്കുക, 900. ഈ ഫാരഡേ എന്ന് പറഞ്ഞാൽ അത് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, 900 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കുറെ യൂണിറ്റ്സുകൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. 900 മൈക്രോ ഫാരഡേ ഓഫ് കപ്പാസിറ്റർ ഈസ് 100 വോൾട്ട്. വോൾട്ടേജ് തന്നു 100 ആണ്. ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിന്റെ കപ്പാസിറ്റൻസും വോൾട്ടേജും തന്നു, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഹൗ മച്ച് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ? എനർജി നമ്മൾ U എന്നാണ് മാർക്ക് ചെയ്യുക. എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്ററിന്റെ ഡെറിവേഷൻ പഠിക്കാനില്ല.
പകരം നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതി. 1 മാർക്കും ചിലപ്പോൾ ചോദിക്കാം. എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ യു എന്ന് പറഞ്ഞാൽ ഹാഫ് CV² ആണ് കേട്ടോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എനർജി സ്റ്റോർഡിന്റെ കപ്പാസിറ്റർ ചോദിച്ചാൽ ഹാഫ് CV². ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസേഴ്സ് ആയി. പക്ഷെ അതിന് മുമ്പ് സിയും വി ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ സി മൈക്രോ ഫാരഡേയിലാണ്, ഇത് മൈക്രോ എന്നാണ്. അപ്പൊ അതിന് വെറും ഫാരഡേയിൽ കാക്കാൻ വേണ്ടി ഈ 900നെ ഇൻറ്റു 10⁻⁻6 ചെയ്യണം, മറക്കണ്ട. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്താൽ ആൻസർ ആയി ഹാഫ് സി എത്രയാ 900 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു V² എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയറിനാണ്, സോറി 100ന്റെ സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ 100 ആണ്, 100². ഇത് നമുക്ക് ചെയ്യാം. ഇത് ചെയ്താൽ ആൻസർ കിട്ടും, അത്രേ ഉള്ളൂ. 100 സ്ക്വയർ കാണാം, ഇൻറ്റു 900 ചെയ്യുക, അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 10⁻⁻6 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. ഇത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തോളൂ എല്ലാവരും. നമുക്ക് ഏകദേശം 4 പോയിന്റ് സംതിങ് ആണ് വാല്യൂ കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്? 100 സ്ക്വയർ ഇൻറ്റു 900 ചെയ്യുക, അതിനെ ഹാഫ് ഓൺ ഡിവൈഡ് ചെയ്ത് ആൻസർ ചെയ്താൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വരുന്നൊരു ചോദ്യമാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ചോദ്യം. ഇത് നമ്മുടെ കപ്പാസിറ്റർ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ചോദ്യമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റെസൊണൻസ് ഫ്രീക്വൻസി. റെസൊണൻസ് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റെസൊണൻസ് ഫ്രീക്വൻസി കാണണം ഓഫ് എ സീരീസ് LCR സീരീസ് സർക്യൂട്ട് വിത്ത്, അതായത് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ 1/2π√1/LC എന്നാണ് ഇക്വേഷൻ. ഇതാണ് ഇക്വേഷൻ. റെസൊണൻസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ അറിഞ്ഞു വെക്കുക. ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ചോദ്യമാണ് കേട്ടോ. കാൽക്കുലേറ്റ് ദ റെസൊണൻസ് ഫ്രീക്വൻസി ഓഫ് എ സീരീസ് LCR സർക്യൂട്ട് വിത്ത് L തന്നിട്ടുണ്ട്, C തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസേഴ്സ് ആയി. സോ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ടു 1/2π. 2π എന്ന് പറഞ്ഞാൽ 3.14 ആണ്, ഇൻറ്റു √1/LC. L എത്രയാ? 5 ഹെൻറി എന്ന് തന്നിട്ടുള്ളത്. അപ്പൊ 5 അതുപോലെ തന്നെ കൊടുക്കാം. ഇനി C എത്രയാ? 80 മൈക്രോ ഫാരഡേ ആണ്. അപ്പൊ 80 ഇൻറ്റു മൈക്രോനെ മാറ്റിയാൽ 10⁻⁻6 കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത് ചെയ്താൽ ആൻസർ ആയി. സോ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ടു √1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1/2 ഇൻറ്റു 3.14 അവിടെ തന്നെ നിൽക്കട്ടെ. ഇത് ഒരുമിച്ച് ഇടാം ഈ താഴെയുള്ള ആൾക്കാരെ. അപ്പൊ റൂട്ടിന്റെ ഉള്ളിൽ എന്ത് വരും? 5 ഇൻറ്റു 80 ഇൻറ്റു 10⁻⁻6 എന്നാണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് വരും? 5 ഇൻറ്റു 8 40 ആണ്. അപ്പൊ √400 എന്ന് വരും. √400 ഇൻറ്റു 10⁻⁻6 എന്നിങ്ങനെ വരും. സോ ഞാൻ ഇവിടെ തന്നെ എഴുതാണ്. റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ടു 1/2 ഇൻറ്റു 3.14 ഇൻറ്റു ഈ റൂട്ടിന്റെ ഉള്ളിൽ √400 എന്ന് പറഞ്ഞാൽ എന്താണ്? √400 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ മതി. √400 അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ ഇല്ലാണ്ട് പരീക്ഷയ്ക്ക് പോകരുത്. കാരണം അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നിന്നാൽ കുറേ സമയം പോകും. സോ √400 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, ഇങ്ങനെ നോക്കുക കേട്ടോ. ഇനി ഇതിന് √10⁻⁻6 ഉണ്ട്. √10⁻⁻6 നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യും? റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. √10⁻⁻6 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 10⁻³ ആണ്. ഓക്കെ, അപ്പൊ ഈ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ സ്ക്വയർ പോയിട്ട് 10⁻³ എന്നാവും. എന്താ ചെയ്തത്? √400 എന്ന് പറഞ്ഞാൽ 20 ആണ്. √10⁻⁻6 എന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കുക, √10⁻⁻6 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ഓക്കെ, 6നെ ഇങ്ങനെ എഴുതാം, 3 ഇൻറ്റു 2 എന്ന് എഴുതാം. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ പോയിട്ട് 10⁻³ എന്നാവും. ഇതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും 7.96, അത്രയും ഹേർട്സ് എന്ന ആൻസർ കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, ഓരോ ഭാഗമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് ആൻസർ കിട്ടുക 7.96, അത്രയും ഹേർട്സ് എഴുതൽ മാർക്കായി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് 3 times as fast as electron. The ratio of the de Broglie wavelength of particle to that of the electron is 1.813 into 10⁻⁻4. Calculate mass of the particle. ഇവിടെ നന്നായി ശ്രദ്ധിക്കുക.
ഒരു പാർട്ടിക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ നമ്മളെ കയ്യിലുണ്ട്. ആ പാർട്ടിക്കിൾ ഇലക്ട്രോണിന്റെ സ്പീഡിനേക്കാൾ 3 ടൈം ഫാസ്റ്റ് ആയിട്ടാണ് പോണേ. അപ്പോൾ പാർട്ടിക്കിളും ഇലക്ട്രോണും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ രണ്ടാളുടെയും സ്പീഡിന്റെ റേഷ്യോ, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ഇലക്ട്രോണിന്റെ വെലോസിറ്റി, ഈ രണ്ടുപേരുടെയും സ്പീഡുകളുടെ റേഷ്യോ 3 ആണെന്ന് പറയാം. അതായത് പാർട്ടിക്കിൾ ഈസ് മൂവിങ്, ഇതാണ് പാർട്ടിക്കിൾ, അതിന്റെ സ്പീഡ്, വെലോസിറ്റി എന്ന് പറഞ്ഞ സ്പീഡ് 3 ടൈംസ് ആസ് ഫാസ്റ്റ് ആസ് ഇലക്ട്രോൺ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്, കണ്ടോ. പാർട്ടിക്കിൾ ഈസ് മൂവിങ് 3 ടൈംസ് ആസ് ഫാസ്റ്റ് ആസ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ സ്പീഡിനേക്കാൾ 3 ടൈംസ് ഫാസ്റ്റ്. 3 ടൈം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു, അതായത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ആ പാർട്ടിക്കിൾ പി എന്ന് പറഞ്ഞ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഇലക്ട്രോണിന്റെ വെലോസിറ്റിനേക്കാൾ 3 മടങ്ങാണ്. അതായത് ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. വി പി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു വി ആണ്. ഇതിൽ വി താഴത്തേക്ക് ഇടുമ്പോഴാണ് നമുക്ക് 3 എന്ന് കിട്ടുക. രണ്ടാളും തമ്മിലുള്ള റേഷ്യോ, രണ്ടാളുടെ സ്പീഡുകൾ തമ്മിലുള്ള ബന്ധം 3 ആണ്, 3 ഇരട്ടിയാണ്. ഇനി എന്താ റേഷ്യോ ഓഫ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ദ പാർട്ടിക്കിൾ. രണ്ടുപേരുടെയും വേവ് ലെങ്ത്തിന്റെ റേഷ്യോ. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ, ലാംഡ പാർട്ടിക്കിൾ ഡിവൈഡ് ബൈ ലാംഡ ഇലക്ട്രോൺ. കണ്ടോ, ദ റേഷ്യോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിവൈഡ് ചെയ്യുക. ദ റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഓഫ് പാർട്ടിക്കിൾ ടു ദാറ്റ് ഓഫ് ഇലക്ട്രോൺ. പാർട്ടിക്കിളും ഇലക്ട്രോണിന്റെ വേവ് ലെങ്ത്തുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.813 ഇൻറ്റു 10⁻⁻⁴ ആണ്. ഇത് രണ്ടും തന്നിട്ട് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് പാർട്ടിക്കിൾ. മാസ് ഓഫ് ഇലക്ട്രോൺ നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിയണം. ഇലക്ട്രോണിന്റെ മാസ് 9.11 ഇൻറ്റു 10⁻⁻31 ആണ്. ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ചിലപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. ഇത് അറിഞ്ഞിരിക്കുക ഇലക്ട്രോണിന്റെ മാസ്. അപ്പൊ എന്താ ചോദ്യം എന്ന് മനസ്സിലായോ? ഒരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളിന്റെ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം മാസ് ഓഫ് പാർട്ടിക്കിൾ ആണ്. അതിനു വേണ്ടി തന്നിരിക്കുന്നത് രണ്ടുപേരുടെയും സ്പീഡുകൾ തമ്മിലുള്ള റേഷ്യോ തന്നു. പാർട്ടിക്കിളിന്റെ സ്പീഡും ഇലക്ട്രോണിന്റെ സ്പീഡും തമ്മിലുള്ള റേഷ്യോ 3 ആണ്, 3 ടൈമാണ്. പിന്നെ അവരുടെ വേവ് ലെങ്ത്തുകളുടെ റേഷ്യോ ലാംഡ പി ലാംഡ ഇ തന്നു 1.813 ഇൻറ്റു 10⁻⁻⁴. ഇത് രണ്ടും വെച്ച് മാസ് ഓഫ് പാർട്ടിക്കിൾ കാണാം, മാസ് ഓഫ് ഇലക്ട്രോൺ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക 9.11 ഇൻറ്റു 10⁻⁻31. അപ്പൊ നമുക്ക് ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ആദ്യം എഴുതാം. ലാംഡ ഈക്വൽ ടു h/mv. ഇതിന് മാസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നന്നായി ശ്രദ്ധിക്കുക. മാസാണ് വേണ്ടത്. സോ ഇതിന്ന് മാസ് എങ്ങനെ നമുക്ക് കിട്ടും? എമ്മിന് ഇങ്ങോട്ട് തട്ടാം. മാസ് ഈക്വൽ ടു ഈ ലാംഡ താഴത്തേക്കും ആക്കുക. കണ്ടോ, ഇതാണ് മാസിന്റെ ഇക്വേഷൻ. ഇത് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ആണ്, അറിഞ്ഞിരിക്കണം. ലാംഡ ഈക്വൽ ടു h/mv. ഇതിന് മാസ് ഇങ്ങോട്ട് തട്ടിയാൽ ലാംഡ താഴത്തേക്ക് പോകും. mp/me, ഇതാണ് മാസിന്റെ ഇക്വേഷൻ കിട്ടിയത്. പാർട്ടിക്കിളിന്റെ മാസും ഇലക്ട്രോണിന്റെ മാസും തമ്മിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, മാസിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. സോ മാസ് ഓഫ് പാർട്ടിക്കിൾ എന്തായിരിക്കും? h/λv. അത് പാർട്ടിക്കിൾ ആയതുകൊണ്ട് പി എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എങ്ങനെ കൊടുക്കാം? h/, ഇതാണ് മാസിന്റെ ഇക്വേഷൻ. ഈ മാസിന്റെ ഇക്വേഷൻ തന്നെ എടുക്കുക, h/λv. ഇലക്ട്രോൺ ആയതുകൊണ്ട് ഇ. കണ്ടില്ലേ? മാസിന്റെ ഇക്വേഷൻ എഴുതി, ജനറൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിന് പാർട്ടിക്കിളിന്റെ മുകളിൽ എഴുതാ, ഇലക്ട്രോണിന്റെ താഴെ എഴുതാ. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പി കൊടുക്കുക, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഇ കൊടുക്കുക. h പോയാൽ മാസ് ഓഫ് പാർട്ടിക്കിൾ ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇത് നേരെ മുകളിലേക്ക് കയറും. ഈ താഴെയുള്ള ലാംഡ ഇ വി ഇ വേവ് ലെങ്ത്തും സ്പീഡും ഇലക്ട്രോണിന്റെ മുകളിലേക്ക് കയറും. ഇത് താഴത്തേക്കും വരും. ലാംഡ പി ഇൻറ്റു വി പി എന്നാവും. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ലാംഡ ഇ ബൈ ലാംഡ പി, അതേപോലെ തന്നെ വി ഇ ബൈ വി പി നമുക്ക് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ മാസ് ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ലാംഡ ഇ ബൈ ലാംഡ പി, നമുക്കിതാ ലാംഡ പി ബൈ ലാംഡ ഇ തന്നിട്ടുണ്ട്. രണ്ടിൻ്റെയും വേവ് ലെങ്ത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ടോ? ലാംഡ പി ബൈ ലാംഡ ഇ ആണ്, പി ബൈ ഇ ആണ് തന്നിട്ടുള്ളത് അല്ല. റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ നിങ്ങൾക്ക് സെന്റൻസ് ആക്കിയിട്ട് തന്നത്. ദ റേഷ്യോ ഓഫ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് പാർട്ടിക്കിൾ കണ്ടില്ലേ? അപ്പൊ ലാംഡ പി ബൈ ലാംഡ ഇ തന്നത് 1. നമുക്ക് ഇവിടെ ലാംഡ ഇ ബൈ ലാംഡ പി ആണ്. അപ്പൊ തന്നത് പി ബൈ ഇ, നമുക്ക് ഇ ബൈ പി ആണ്. അപ്പൊ ഒന്ന് തിരിച്ചിടാം, 1 ആക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ.
1.813 ഇൻറ്റു 10⁻⁻⁴ എന്ന് ഇടാം. തന്നിരിക്കുന്നത് P/E ആണ്. നമുക്കുള്ളത് E/P ആയതുകൊണ്ട് ഇതിനൊന്ന് തിരിച്ചിടാം. 1/8.13 ഇൻറ്റു 10⁻⁻⁴ എന്ന് ചെയ്യാം. ഇനി VE/VP എന്നുണ്ട്. അതും നമുക്ക് VP/VE ആണുള്ളത്. സ്പീഡ് ഓഫ് പാർട്ടിക്കിൾ ടു സ്പീഡ് ഓഫ് ഇലക്ട്രോൺ ആണുള്ളത്. VP/VE ആണ് 3. നമുക്കിവിടെ VE/VP ആണ്, E/P ആണ്. അപ്പോൾ ആ 3 ഒന്ന് തിരിച്ചിടാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടും. ഇതിന് മാസ് ഓഫ് പാർട്ടിക്കിൾ ആണ് കാണാൻ പറഞ്ഞത്. സോ മാസ് ഓഫ് പാർട്ടിക്കിൾ കാണാൻ ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ നമുക്കിത് 1 × 1 1, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 3 × 1.813 ഇൻറ്റു 10⁻⁻⁴ ഇട്ടു. ഇതിൻ്റെ ഈ താഴെയുള്ള ആൾ നേരെ മുകളിലേക്ക് പൊക്കോളും. മാസ് ഓഫ് ഇലക്ട്രോൺ അത് തന്നിട്ടുണ്ട്, നമുക്കറിയണം 9.11 ഇൻറ്റു 10⁻⁻31. ഇത് ചെയ്താൽ നമുക്ക് മാസ് ഓഫ് പാർട്ടിക്കിൾ കിട്ടും. ഏകദേശം 1.67 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക കേട്ടോ. പറഞ്ഞിരിക്കുക ഡി ബ്രോഗ്ലി ഇക്വേഷൻ എഴുതുക, അതിൽ നിന്ന് മാസ് കാണാം. എന്നിട്ട് മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. ഈ ഇക്വേഷൻ വെച്ചിട്ട് രണ്ടും എഴുതുക, വെട്ടിക്കളയുക. ഈ കിടക്കുന്ന λE/λP, VE/VP രണ്ടും ഉണ്ട്. പക്ഷെ അത് നേരെ തിരിച്ചാണുള്ളത്. പക്ഷെ നമ്മളതൊന്ന് റിവേഴ്സ് ചെയ്തിട്ട് ഈ മാസ് ഓഫ് ഇലക്ട്രോൺ അങ്ങോട്ട് കൊണ്ടുപോയാൽ ആൻസർ ആവും കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ തിൻ പ്രിസം ഈസ് ഹാവിങ് ആൻ ആംഗിൾ ഓഫ് ദി പ്രിസം 4 ഡിഗ്രി ആൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5. അപ്പോൾ ആദ്യം ആംഗിൾ ഓഫ് പ്രിസം തന്നു. ആംഗിൾ ഓഫ് പ്രിസം എന്ന് പറഞ്ഞാൽ A ആണ്, 4 ഡിഗ്രി നിങ്ങൾക്ക് തന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് N ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ, D ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഇത് പ്രിസം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ്. നമുക്ക് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അത് D ആണ്. ഒരു പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അത് D ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണോ n-1 ഇൻറ്റു A, ഇതാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ n നമുക്ക് തന്നിട്ടുണ്ട് 1.5 ആണ്. 1.5 - 1 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രി ആണ്. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. 2 ഡിഗ്രിന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ചെയ്ത് നോക്കുക എല്ലാവരും. ഒരു ചെറിയൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 ന്യൂക്ലിയൈ ഹാവിങ് മാസ് നമ്പർ ഇൻ ദ റേഷ്യോ 1:27. മാസ് നമ്പറിൻ്റെ റേഷ്യോ തന്നു. 2 ന്യൂക്ലിയ ഉണ്ട്, A1 A2. അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 1:27. 1/27 എഴുതാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ന്യൂക്ലിയർ റേഡിയസിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരുടെ മാസ് നമ്പറിൻ്റെ റേഷ്യോ തന്നിട്ട് റേഡിയസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ R1/R2. 2 ന്യൂക്ലിയസ് ഉണ്ട്, അവരുടെ റേഡിയസുകളുടെ റേഷ്യോ ചോദിച്ചാൽ ഈ മാസ് നമ്പർ ഇല്ലേ A1 A2 അതിന് റേസ് 1/3 ചെയ്താൽ മതി. ഓക്കെ, റേഡിയസിൻ്റെ റേഷ്യോ ചോദിച്ചാൽ 2 ന്യൂക്ലിയസിൻ്റെ റേഡിയസിൻ്റെ റേഷ്യോ ചോദിച്ചാൽ അവരുടെ മാസ് നമ്പറിൻ്റെ റേഷ്യോ, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ A1 A2, മാസ് നമ്പർ റേഷ്യോ തന്നിട്ടുണ്ട് A1 A2 1:27. അതിന് എന്ത് കൊടുക്കുക? 1/3 കൊടുക്കുക കേട്ടോ. അപ്പോൾ 1:1/3 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 27:1/3 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ റേഡിയസിൻ്റെ റേഷ്യോ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ന്യൂക്ലിയർ റേഡിയസിൻ്റെ റേഷ്യോ 1:3 ആണ് ആൻസർ വരിക. ഓക്കെ, ഒരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, എ സോളിനോയിഡ് ഓഫ് ലെങ്ത് 0.5 മീറ്റർ, L തന്നു 0.5 മീറ്റർ, റേഡിയസ് 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്ററിൽ തന്നിട്ടുള്ളത്. ഇനി ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് 500 ടേൺസ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 500 ആണ്. അപ്പോൾ 6 L N ഒക്കെ തന്നു. ഇറ്റ് ക്യാരീസ് എ കറണ്ട് ഓഫ് 5 ആംപിയർ, I തന്നു 5 ആംപിയർ. ഇത്രയും വാല്യൂസ് തന്നിട്ട് വാട്ട് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ, ബിയുടെ എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് μ0 Ni ആണ്. സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0 Ni ആണ്. μ0യുടെ വാല്യൂ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. N എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ N/L ആണ്. സ്മോൾ ലെറ്റർ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ N/L ആണ്.
സോ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോയുടെ വാല്യൂ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക 4π × 10⁻⁻⁷. ഇനി ക്യാപിറ്റൽ ലെറ്റർ എൻ തന്നിട്ടുണ്ട് 500 ടേൺസ് ആണ്. എൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 0.5 ആണ്. കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഇതാണ്. എൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ n/l ആണ്. ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ ഓൾമോസ്റ്റ് വരിക 6.28 × 10⁻³ ടെസ്ല. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ഇനിയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ വർക്ക് ഫംഗ്ഷൻ ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഫോർ എ മെറ്റൽ given that photoelectric threshold wavelength is 6800 Angstrom. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് വർക്ക് ഫംഗ്ഷൻ ആണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞ പാഠത്തിൽ വരുന്നൊരു ചോദ്യമാണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അത് 50 വർക്ക് ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷൻ h/μ0 ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേവ് ലെങ്ത് ആണ് തന്നിട്ടുള്ളത് ലാംഡയുടെ വാല്യൂ 6800 6800 ആംസ്ട്രങ് എന്നാണ് തന്നിട്ടുള്ളത്. നമ്മൾ അതിനെ മാറ്റണം. ഒരിക്കലും ആംസ്ട്രങ്ങിൽ വെച്ച് ചെയ്യരുത്. അതിനായിട്ട് 6800 × 10⁻⁻10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആംസ്ട്രങ്ങിൽ തന്നാൽ അതിനെ × 10⁻10 ചെയ്താൽ മതി. അപ്പം അത് മീറ്ററിലേക്കാവും. അപ്പം ആംസ്ട്രങ് ആണെങ്കിൽ 10⁻10 മറക്കണ്ട. അപ്പം നമുക്ക് ലാംഡ കിട്ടി. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. എച്ചിൻ്റെ വാല്യൂ 6.63 × 10⁻34 ആണ് എച്ച്. ഇത് നമുക്ക് µ0 കാണണം. ഈ µ0 കാണാൻ c/λ0 ആണ് ഇക്വേഷൻ. µ0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ c/λ0. c എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. സി എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. തരില്ല ക്വസ്റ്റ്യൻ പേപ്പറിലെ. 3 × 10⁸ ആണ് സിയുടെ വാല്യൂ. ലാംഡ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് 6800. അപ്പോൾ 6800 × 10⁻10 ചെയ്യാം. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ആണ് കാണേണ്ടത്. വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ h/μ0 പഠിച്ചു വെക്കുക. എച്ചിൻ്റെ വാല്യൂ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കുക. 6.63 × 10⁻34. ഇനി µ0യുടെ ഇക്വേഷൻ µ0 എന്ന് പറഞ്ഞാൽ c/λ0. c 3 × 10⁸ ആണ്. അത് അറിഞ്ഞിരിക്കണം സിയുടെ വാല്യൂ. λ0 വേവ് ലെങ്ത് നിങ്ങൾക്ക് തന്നു 6800. ആംസ്ട്രങ് നമ്മൾ മീറ്ററിലേക്ക് ആക്കിയാൽ 10⁻10. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങൾ ഈ നമ്പേഴ്സ് ഒക്കെ ആദ്യം ചെയ്യുക. ഇതേ ഇൻറ്റു ഈ 3 ചെയ്യുക. ആ കിട്ടിയ ആൻസറിനെ 6800 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള നമ്പേഴ്സ് വേണം നിങ്ങൾ ആദ്യം ചെയ്യാനായിട്ട്. പിന്നെ 10⁻34. പിന്നെ വേണം 10⁻ ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? 6.63 × 3 ചെയ്യുക. എന്താണ് ആൻസർ കിട്ടിയത് നോക്കുക. ഇതേ ഇൻറ്റു ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് 19.89 എന്ന് കിട്ടും. അതിനെ 6800 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിനെ 6800 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും 0.002925 എന്ന് കിട്ടും. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഈ വട്ടത്തിലിട്ട നമ്പേഴ്സൊക്കെ ചെയ്തു. ഇനി 10⁻ നോക്കാം. 10⁻ ഇവിടെ -34ഉം 8ഉം ഉണ്ട്. അപ്പോൾ -34 + 8 ചെയ്യാം. ഒറ്റ 10 ഇടുക. -34ഉം 8ഉം കൂടി പ്ലസ് ചെയ്യുക. -34 8 കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടും -34ഉം 8ഉം ആണ്. ഒന്ന് മൈനസും ഒന്ന് പ്ലസ്സും ആണ്. ഇങ്ങനെ വന്നാൽ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. 34ന് 8 മൈനസ് ചെയ്യുക കേട്ടോ. ആക്ച്വലി ചെയ്യേണ്ടത് 2 10കൾ ഇതുപോലെ ഇൻറ്റു വന്നാൽ ആഡ് ചെയ്യാണ് ചെയ്യുക. -34 + 8 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക -26 എന്നാണ്. ഇനി താഴെ 10⁻10 ഒന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? -26നെ മൈനസ് ചെയ്യുക -10 കൊണ്ട്. ഇത് രണ്ടും കൂടി മൈനസ് ആണ് ചെയ്യുക. സോ ഡിവിഷൻ വന്നാൽ മൈനസും ഇൻറ്റു ആണെങ്കിൽ പ്ലസ്സും ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ -26 + 10 എന്ന് വരും. അതായത് -16 ആൻസർ കിട്ടും. 0.002925 × 10⁻16 എന്നാണ് ആൻസർ വരിക.
ഇങ്ങനെ ഓരോ പീസായിട്ട് നിങ്ങൾ ചെയ്തോളൂ. നമുക്ക് വേണമെങ്കിൽ ഈ പോയിന്റൊക്കെ ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ കുറച്ചിട്ടൊക്കെ എഴുതാം. ഇത്ര എഴുതിയാലും മതി. ഇങ്ങനെയാണ് ആൻസർ വരിക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വർക്ക് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഏതാ? എച്ച് ഇട്ട് കൊടുക്കുക. ന്യൂ 0 എന്ന് പറഞ്ഞാൽ c/λ0 ആണ്. c ഇട്ട് കൊടുക്കുക, λ0 ഇട്ട് കൊടുക്കുക. അപ്പോൾ പല ചാപ്റ്റേഴ്സിലും വരുന്ന കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി മനസ്സിലായി വിചാരിക്കുന്നു. ഇതേപോലെ വേറെയും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, എജു വാലറ്റിൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം. അതിലേക്ക് ജോയിൻ ചെയ്തോളൂ. അവിടെ ഞാൻ ബാക്കിയുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും ഡെറിവേഷൻസും ഒക്കെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ ഇനി ആർക്കെങ്കിലും പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ +2 ശേഷം എന്തൊക്കെ കോഴ്സുകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.